നമസ്കാരം. കേരളത്തിലെ ലക്ഷക്കണക്കിന് സാധാരണ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു വിഷയമാണ് ക്ഷേമ പെൻഷൻ. ഓരോ മാസവും അക്കൗണ്ടിലെത്തുന്ന ഈ ചെറിയ തുകയാണ് പല കുടുംബങ്ങൾക്കും ജീവിതത്തിന്റെ പ്രധാന ആശ്രയം. വയോജനങ്ങൾക്കും വിധവകൾക്കും ഭിന്നശേഷിക്കാർക്കും അവിവാഹിത സ്ത്രീകൾക്കും കർഷക തൊഴിലാളികൾക്കും ഇതൊരു വരുമാനം മാത്രമല്ല, ഒരു സുരക്ഷിതത്വ ബോധമാണ്. ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് ക്ഷേമ പെൻഷൻ വർധനയും 2026 മുതൽ വരാനിരിക്കുന്ന പുതിയ മാറ്റങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ വളരെ വിശദമായിട്ട് പരിശോധിക്കാൻ പോകുന്നത് പെൻഷൻ എത്ര രൂപയാകും, UDF സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന പുതിയ പദ്ധതികൾ എന്തൊക്കെയാണ്, പഴയ സ്കീമുകളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, 2026 മെയ് മുതൽ പെൻഷൻ ലഭിക്കാൻ ആവശ്യമായ യോഗ്യതകൾ എന്തൊക്കെയാണ്, ആരെല്ലാം പുറത്താകാൻ സാധ്യതയുണ്ട്, പുതിയ അപേക്ഷകൾ എങ്ങനെ നൽകാം, കൂടാതെ സർക്കാർ കൊണ്ടുവരാനിടയുള്ള ഡിജിറ്റൽ പരിശോധനകൾ വരെ എല്ലാം വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാം. ഇപ്പോൾ കേരളത്തിൽ ലഭിക്കുന്ന സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ 2000 രൂപയാണ്. 2025 സർക്കാർ 400 രൂപ വർദ്ധിപ്പിച്ച് 2000 രൂപയാക്കി ഉയർത്തിയിരിക്കുന്നു. എന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി UDFും LDFും ഒരുപോലെ ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുമെന്നാണ് ഇരു വിഭാഗങ്ങളും വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇതാണിപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചർച്ച. ജനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുണ്ടാക്കുന്ന വാഗ്ദാനം ഇത് തന്നെയാണ്. UDF പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ നിരവധി വലിയ പ്രഖ്യാപനങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 3000 രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്നതാണ്. കൂടാതെ മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക വകുപ്പ് ആരംഭിക്കുമെന്നും അവർ പ്രഖ്യാപിച്ചു. അതായത് ഇനി പെൻഷൻ വിതരണം മാത്രമല്ല, മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണം, വീട്ടിലെ സുരക്ഷ, ഏകാന്തത കുറയ്ക്കാനുള്ള പദ്ധതികൾ, മെഡിക്കൽ സഹായം, ഹോം കെയർ സർവീസുകൾ, മരുന്ന് സഹായം തുടങ്ങിയവയ്ക്കായി പ്രത്യേകം പദ്ധതികൾ വരാൻ സാധ്യതയുണ്ട്. കേരളം ഒരു പ്രായാധിക്യമുള്ള സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ സീനിയർ സിറ്റിസൺ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് പോലൊരു സംവിധാനം വന്നാൽ അത് വലിയ മാറ്റമാകും. ഇപ്പോൾ പലർക്കുമുള്ള പ്രധാന സംശയം 3000 രൂപ പെൻഷൻ യാഥാർത്ഥ്യമായിരിക്കുമോ, സാമ്പത്തിക പ്രതിസന്ധിയുള്ള കേരളത്തിന് ഇത് നടപ്പാക്കാൻ കഴിയുമോ? എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾ രണ്ടും ഒരേ വാഗ്ദാനം നൽകിയതിനാൽ ഭാവിയിൽ ഏത് സർക്കാർ വന്നാലും ഒരു ഘട്ടത്തിൽ പെൻഷൻ വർധനവ് നടപ്പിലാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. കാരണം കേരളത്തിൽ ഏകദേശം 60 ലക്ഷത്തിലധികം ആളുകൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട്. അതിനാൽ ഇതൊരു വലിയ വോട്ട് ബാങ്ക് വിഷയമാണ്. ഇപ്പോൾ പഴയ സ്കീമുകളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് നോക്കാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സർക്കാർ പെൻഷൻ വിതരണം കൂടുതൽ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആധാർ ലിങ്കിങ്, ബാങ്ക് അക്കൗണ്ട് നിർബന്ധം, മസ്റ്ററിംഗ്, ലൈഫ് സർട്ടിഫിക്കറ്റ് പരിശോധന തുടങ്ങിയവ കർശനമാക്കി. ഇപ്പോൾ പല പഞ്ചായത്തുകളിലും വീട്ടിലെത്തി പരിശോധന നടത്തുന്നതും വർദ്ധിപ്പിച്ചു. കാരണം അർഹതയില്ലാത്തവർ പെൻഷൻ വാങ്ങുന്നുവെന്ന പരാതികൾ സർക്കാർ ഗൗരവമായി കാണുന്നു. 2026 മുതൽ കൂടുതൽ ശക്തമായ പരിശോധനകൾ വരാനാണ് സാധ്യത. പ്രത്യേകിച്ച് ഇനി പറയുന്ന കാര്യങ്ങളിൽ സർക്കാർ കൂടുതൽ ശ്രദ്ധിക്കാനിടയുണ്ട്. ഒന്നാമത് വരുമാന പരിധിയാണ്. കുടുംബ വാർഷിക വരുമാനം ഒരു നിശ്ചിത പരിധിക്ക് മുകളിലായാൽ പെൻഷൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തേത് സർക്കാർ ജോലിക്കാരുടെ കുടുംബങ്ങൾ. മൂന്നാമത്തേത് വലിയ വീടുകൾ, ഉയർന്ന വൈദ്യുതി ഉപയോഗം, വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ പരിശോധന ശക്തമാകാം. നാലാമത്തേത് ഇരട്ട പെൻഷനാണ്. ഒരു വ്യക്തിക്ക് 2-ലധികം ക്ഷേമ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്ന് സർക്കാർ ഡാറ്റാബേസ് ഉപയോഗിച്ച് പരിശോധിക്കാൻ സാധ്യതയുണ്ട്. ഇനി 2026 മെയ് മുതൽ പെൻഷൻ ലഭിക്കാൻ സാധ്യതയുള്ള പ്രധാന യോഗ്യതകൾ വിശദമായിട്ട് നോക്കാം. നിലവിലെ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി ഭാവിയിൽ തുടരുമെന്ന് കരുതുന്ന ചില നിർണായക നിബന്ധനകളാണ് ഇപ്പോൾ പറയുന്നത്. ആദ്യമായി വയോജന പെൻഷനാണ്. സാധാരണയായി 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഇത് ലഭിക്കും. എന്നാൽ അപേക്ഷകൻ സാമ്പത്തികമായി പിന്നോക്ക ഭാഗത്തിൽ പെടണം. സർക്കാർ പെൻഷൻ ലഭിക്കുന്നവർക്ക് സാധാരണയായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കില്ല. ഇനി രണ്ടാമത്തേത് വിധവാ പെൻഷൻ. ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകൾക്ക് ലഭിക്കുന്നതാണ്. പക്ഷെ സർക്കാർ ജോലിയോ വലിയ വരുമാനം ഉണ്ടെങ്കിൽ അർഹത നഷ്ടപ്പെടാം. മൂന്നാമത്തേത് ഭിന്നശേഷി പെൻഷനാണ്. മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാകും. പുതിയ ഡിജിറ്റൽ മെഡിക്കൽ വെരിഫിക്കേഷൻ സംവിധാനം വരാനിടയുണ്ട്. നാലാമത്തേത് അവിവാഹിത വനിതാ പെൻഷനാണ്. ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാത്ത സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്കാണ് ഇത് ലഭിക്കുന്നത്. അഞ്ചാമത്തേത് കർഷക തൊഴിലാളി പെൻഷനാണ്. കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗത്വം നിർബന്ധമാക്കും. ഇനി ഒരു വലിയ മാറ്റം വരാൻ സാധ്യതയുള്ള മേഖലയാണ് മസ്റ്ററിംഗ്. ഇപ്പോൾ പലരും മസ്റ്ററിംഗ് ചെയ്യാത്തതിനാൽ പെൻഷൻ തടസ്സപ്പെടുന്നുണ്ട്. 2026 മുതൽ മുഖം തിരിച്ചറിയുന്ന AI അടിസ്ഥാനത്തിലുള്ള പരിശോധനകൾ വരാമെന്ന ചർച്ചകളുണ്ട്. സർക്കാർ ക്ഷേമ വിതരണം കൂടുതൽ സുതാര്യമായി മാറ്റാൻ ശ്രമിക്കുന്നതിലാണ് ഇത് നടക്കുന്നത്. ഇതിനോടൊപ്പം പുതിയ സർക്കാർ കൊണ്ടുവരാൻ സാധ്യതയുള്ള മറ്റു പ്രധാന പദ്ധതിയാണ് മുതിർന്ന പൗരന്മാർക്കായുള്ള പ്രത്യേക മെഡിക്കൽ സുരക്ഷാ പദ്ധതി. UDF പ്രകടന പത്രികയിൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി വലിയ രീതിയിൽ പരാമർശിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് എന്ന പേരിൽ കുടുംബങ്ങൾക്ക് 25 ലക്ഷം രൂപ വരെ ചികിത്സാ പരിരക്ഷ നൽകുമെന്ന വാഗ്ദാനവും അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്.
ഇതിലൂടെ പെൻഷൻ വാങ്ങുന്ന മുതിർന്ന പൗരന്മാർക്കും ഗുണം ലഭിക്കാം. ഇനി അടുത്തത് സ്ത്രീകൾക്കായുള്ള സൗജന്യ KSRTC യാത്രയും UDF പ്രഖ്യാപിച്ച പ്രധാന പദ്ധതികളിൽ ഒന്നാണ്. ഇത് നടപ്പായാൽ വയോജന സ്ത്രീകൾക്കും വിധവകൾക്കും വലിയ സഹായമാകും. പ്രത്യേകിച്ച് ആശുപത്രി യാത്രകൾക്കും സർക്കാർ ഓഫീസുകളിലേക്കുള്ള യാത്രകൾക്കും ഇത് ഏറെ പ്രയോജനപ്പെടും. കേരള ബഡ്ജറ്റിലും സാമൂഹ്യ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. 2026-27 ബഡ്ജറ്റിൽ 14,500 കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി മാറ്റിവെച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിലൂടെ സർക്കാർ ക്ഷേമ പദ്ധതികൾ തുടരാൻ ഉദ്ദേശിക്കുന്നതിന്റെ സൂചനയാണ് ലഭിക്കുന്നത്. ഇപ്പോൾ സർക്കാർ ജീവനക്കാരുമായി ബന്ധപ്പെട്ട ഒരു വലിയ മാറ്റം ശ്രദ്ധേയമാണ്. കേരള സർക്കാർ അഷ്വേർഡ് പെൻഷൻ സ്കീം എന്ന പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2020 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ പദ്ധതി പ്രകാരം സർക്കാർ ജീവനക്കാർക്ക് അവസാന ശമ്പളത്തിന്റെ 50% വരെ ഉറപ്പുള്ള പെൻഷൻ ലഭിക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് സാധാരണ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അല്ലെങ്കിലും കേരളത്തിലെ പെൻഷൻ മേഖലയിലെ ഒരു വലിയ പരിഷ്കാരമായി ഇതിനെ കാണുന്നു. ഇനി സാധാരണ ജനങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വ്യാജ വിവരങ്ങൾ വിശ്വസിക്കരുത്. സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ഇനി എല്ലാവർക്കും 5000 രൂപ, പുതിയ അപേക്ഷയില്ലാതെ പെൻഷൻ ഇരട്ടിയാകും തുടങ്ങിയ തെറ്റായ വാർത്തകൾ വരാറുണ്ട്. സർക്കാർ ഔദ്യോഗിക ഉത്തരവുകൾ വന്ന ശേഷമേ അടിയന്തര തീരുമാനം ഉറപ്പാകൂ. ഇപ്പോൾ പ്രഖ്യാപന ഘട്ടത്തിലാണ് പല കാര്യങ്ങളും. അതുപോലെ പുതിയ അപേക്ഷ നൽകാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ രേഖകൾ ശരിയാക്കേണ്ടതാണ്. ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട്, റേഷൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, മരണ സർട്ടിഫിക്കറ്റ്, ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ പുതുക്കി വയ്ക്കുക. കാരണം 2026 മുതൽ ഡിജിറ്റൽ പരിശോധന ശക്തമാകാൻ സാധ്യതയുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 3000 രൂപ പെൻഷൻ ലഭിച്ചാൽ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമുണ്ടാകും? ഇന്ന് മരുന്നുകളുടെ വിലയും ഭക്ഷ്യവസ്തുക്കളുടെ വിലയും വളരെയേറെ ഉയർന്നിരിക്കുകയാണ്. ഒരു വയോജനത്തിന് മാസം 2000 രൂപ കൊണ്ട് ജീവിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. അതിനാൽ 3000 രൂപ എന്നത് ചെറിയ വർധനയല്ല. പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് കഴിയുന്ന മുതിർന്ന പൗരന്മാർക്ക് ഇത് വലിയ ആശ്വാസമാകും. കേരളം ഇന്ന് പ്രായാധിക്യമുള്ള സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഭാവിയിൽ പെൻഷൻ, ആരോഗ്യ സംരക്ഷണം, ഹോം കെയർ, സാമൂഹ്യ സുരക്ഷ എന്നിവയെ കേന്ദ്രീകരിച്ചായിരിക്കും പുതിയ രാഷ്ട്രീയ ചർച്ചകൾ. അതുകൊണ്ടാണ് എല്ലാ പാർട്ടികളും ക്ഷേമ പദ്ധതികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അവസാനമായി പറയേണ്ടത്, 2026 മെയ് മുതൽ കേരളത്തിൽ പെൻഷൻ രംഗത്ത് വലിയ മാറ്റങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. യോഗ്യതാ പരിശോധന കർശനമാക്കാം. പുതിയ ഡിജിറ്റൽ വെരിഫിക്കേഷൻ വരാം. മുതിർന്ന പൗരന്മാർക്കായി പുതിയ വകുപ്പും ആരോഗ്യ പദ്ധതികളും ആരംഭിക്കാം. എന്നാൽ ഔദ്യോഗിക സർക്കാർ ഉത്തരവുകൾ ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അപ്ഡേറ്റ്സ് ദിനംപ്രതി ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താം. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതുകൂടാതെ ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക. കൂടാതെ സുഹൃത്തുക്കളിലേക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരാൻ മറക്കരുത്. ഇനി വരുന്ന ദിവസങ്ങളിൽ പുതിയ സർക്കാർ ഉത്തരവുകൾ വന്നാൽ അതിന്റെ മുഴുവൻ വിശദാംശങ്ങളും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.